അപ്പോൾ നമ്മളിവിടെ കൊളക്കുത്ത് ഉണ്ടായിപ്പാടം എന്ന സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ കിണറിൽ ഒരു പെരുമ്പാമ്പുണ്ട്. അപ്പോൾ പെരുമ്പാമ്പോ അതിൻ്റെ മുട്ടകളും ഒക്കെ ആയിട്ടുള്ള ഇതാണ് കിണറിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ കിണറിൽ ഇതിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. താഴെ ഇറങ്ങാതെ അതിനെ കിട്ടില്ല. അതുപോലെ തന്നെ അതിൽ 2-3 മുട്ടകൾ അതിൽ കാണുന്നുണ്ട്. ഇതിൽ ഒരു മുട്ട ഇവിടെ കാണുന്നുണ്ട്, പിന്നെ ഒരു മുട്ട അതിൻ്റെ അടുത്തുണ്ട്. പാമ്പ് ഈ സൈഡിൽ ഈ പൈപ്പിൻ്റെ ഈ സൈഡിലായിട്ട് പാമ്പുണ്ട്. അപ്പോൾ ഇവിടെ ഗ്രില്ലുകളുണ്ട്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെ ചാടിയെന്ന് അറിയില്ല. വെള്ളത്തിന് സ്മെല്ലേ? ആ ശരി. ആ അപ്പൊ സ്മെല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാവും അല്ലേ? അപ്പോൾ ഇന്നത്തെ റെസ്ക്യൂനുള്ളത് ഇതൊക്കെ ജാഫ്രാക്ക ഉണ്ട്. ജാഫ്രാക്ക ഭയങ്കര ഇത് കയറ് ഇവിടെ ഉണ്ടാവും അല്ലേ? നിങ്ങൾ കൊണ്ടുവന്നാ? അത് ശരി. അപ്പോൾ ജാഫ്രാക്കിൻ്റെ കയറാണ് ഇതിൽ. അപ്പോൾ ഇതിൽ ഇറങ്ങാനായിട്ടുള്ള സജ്ജീകരണമായിട്ട് വന്നതാണ് ആള്. ഇത് ഇവർ കിണർ സ്മെല്ലുകൊണ്ട് വന്ന് നോക്കിയതാണ്. വന്ന ടൈമിലാണ് ഇത് കണ്ടത്. വെള്ളത്തിന് സ്മെല്ലുണ്ട്. അങ്ങനെ പണിക്കാർ കൊണ്ട് ഇത് ക്ലീൻ ചെയ്യാൻ നോക്കിയതാണ് കിണർ. ക്ലീൻ ചെയ്യുമ്പോഴാണ് പാമ്പിനെ കണ്ട്. അങ്ങനെ പാമ്പിനെ കണ്ടതിന് ഷോർ കയറി പോയതാ. അത് ശരി. ആ അത് ശരി. അവര് ഇറങ്ങിയത് തോന്നില്ല ഇതില്. അങ്ങനത്തെ ഇതില്ലല്ലേ? അപ്പൊ ഒരു എലി. ആ ശരി. അപ്പൊ എലി ചാടിയിട്ട് അങ്ങനെ ചത്ത സ്മെല്ലാണെന്നുള്ള ഇതിലാണ് അവർ വന്നു നോക്കിയത്. പക്ഷെ ഇറങ്ങിയപ്പോ ആണ് കണ്ടത്. അപ്പോൾ ഇതിന്റെ മുട്ട പൊട്ടിയിട്ടുള്ള സ്മെല്ലായിരിക്കും ഉണ്ടാവുക. ജാഫ്രാക്ക താഴത്തേക്ക് സ്റ്റെപ്പ് ഇല്ല കേട്ടോ. ആ മോട്ടറിൽ നിന്ന് വെള്ളം പൊന്തിന് കേട്ടോ. ഓഫ് ചെയ്തത് മോട്ടർ ഓഫ് ചെയ്യണേ. ബൂട്ടില് വെള്ളം നിറയോ? വീട്ടിൽ വെള്ളം അറിയോ? നല്ല നമുക്ക് നെറ്റിൽ ഇത് കെട്ടണം. നെറ്റിൽ കെട്ടണം. നല്ല എന്നാ ഒരു ഈ കാര്യം എടുത്തല്ലേ? ഇത് മോട്ടറല്ലേ? ആയിക്കോട്ടെ. പിന്നെ അത് ഊർക്ക് വേറെ ഇടണം. അത് ഇവിടെ ഇറങ്ങിയിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്സിജന്റെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഓർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അല്ല ഇറങ്ങിയ അത് ഇതും കെട്ടണം. ഒരു വേറെ ചെറിയൊരു കയറെടുത്താലോ? അതിമ ഇറക്കാൻ ആദ്യം. തന്നെ കിട്ടും. അതിന് അത് പൊക്കി വെച്ച് അറിയാതെ നീ ഇറങ്ങാൻ. ഇത് സ്മെല്ലൊക്കെ ഉണ്ടല്ലോ. മറ്റേ ഈ റോട്ടിൽ നിന്ന് കണ്ട സാധനം എന്താ? അതിന് വാല് മാത്രമേ കിട്ടിയുള്ളൂ. നല്ല മണ്ണുണ്ടായിരുന്നു വാലുകുറ്റി. എത്ര ചേർന്നോട് തന്നെ. അത് ശരി. കേറാതെ തന്നെ ആയിരിക്കും, പറയാൻ പറ്റില്ല. പൊല്ലല്ലോ. ഇത് കുറച്ച് നീക്കണം. ഇതിന്റെ മുളക്കിട്ടല്ലേ ഇതുവരെ ചേച്ചി. അല്ല അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതുമ്പോൾ ലോക്കാവും. അവിടെ നല്ല അത് വേണമെങ്കിൽ നിങ്ങൾ ഗവൺമെന്റിന് വേണമെങ്കിൽ നീക്കിയേക്കാം.
മറ്റേ ഊരൊക്കെ ഇടണ്ടല്ലോ. ആ പടവ് ആ കയറിറക്കാം. മറ്റേ ഇറക്കണോ എന്നാല്? സഞ്ചി വന്നിട്ട് ഇറക്കാം. ഇത് ഇറക്കണോ തൽക്കാലം? ആ മോട്ടർ അടിച്ചതാ. ക്ലീൻ ചെയ്യാൻ വേണ്ടി ആളിറങ്ങിയപ്പോൾ എന്ത് കാണും? ഒന്നുമില്ലല്ലോ. ഓക്കല്ലേ, ഞാൻ ഇത് ഇറക്കട്ടെ? ഒന്ന് മാറിക്കേ. നോക്കണട്ടോ. അത് ലോക്കാണോ സാധനം? ലോക്കാണോ? പാമ്പ് ലോക്കാണോ അതിൻ്റെ ഉള്ളിൽ? ആ നോക്കണട്ടോ. നിങ്ങൾ അതിനുള്ള കല്ലൊന്നും തലയ്ക്ക് ഇടില്ലട്ടോ. കഴിഞ്ഞ ഞങ്ങളെ ഒരു ആള് അങ്ങനെ പോയതാ. അതെ, തിരൂര് ഒരു ഭാഗത്ത് ഇതേപോലെ ആൾക്കാർ കൂടെ കൂടി നിന്ന് കല്ല് തലയ്ക്ക് വീണ് ഇതായതാണ് ഇപ്പൊ അടുത്ത്. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിൽ ഇതാണ്. ഇത് വെള്ളത്തിൽ കിണറിൽ ഇറങ്ങാതെ പാമ്പിന് കിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ കിണറിൽ ഇറങ്ങിയത്. പൊതുവെ കിണറിൽ എങ്ങനെ ഇറങ്ങാനില്ല കിണറിൽ. എങ്ങനെ? ആ ആ താന്നല്ലേ? പാറ പൊട്ടിച്ച് കണ്ടതിന് മുമ്പ് അതിന്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി മറ്റാള് തല നോക്കണേ, അതിങ്ങോട്ട് ഇറങ്ങണ നോക്കണേ. ചുരുണ്ട് കിടക്കുന്നുണ്ടല്ലേ? ഇപ്പൊ ഞാൻ ശരി കുറച്ച് കണ്ടു. അതിന്റെ സപ്തങ്ങൾ രണ്ടാഴ്ച പാമ്പിനെ ഏതായാലും ഡയറക്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഫൈനും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ ഏതായാലും നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാനുള്ള ഭാഗ്യം കിട്ടി. ഇതിലിപ്പോ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോ നമുക്കിനി അതിൽ കോണി ഇറക്കി കൊടുക്കണം.
ഷൂട്ട് ചെയ്യുന്നുണ്ട്. ജാഫ്രാജ നോക്കണേ. കടിക്കൂല, കടിച്ച് പൊളിക്കുള്ളൂ. നല്ല കടി അടിക്കും. മറ്റേ അമ്പലക്കൊക്കെ 2 കൊല്ലാണ്, ഇതിന് ഏകദേശം ഒരു 19 കൊല്ലം ഉണ്ടാവും. ആ കോണി ചെരിഞ്ഞു കൊടുക്കൂട്ടോ ചളിയില്. ഒന്ന് തിരിച്ച് ചാൻ്റെ ഒരു ഭാഗം തൊട്ടിയില്ല. അതിലിപ്പോൾ 2 മുട്ടകളാണ് കാണുന്നത്. പക്ഷേ ബാക്കി മടലുണ്ടാവും. മടൽ ചിലപ്പോൾ ഉണ്ടാവും, അല്ലെങ്കിൽ ബാക്കി ഇവർ കഴിച്ചു പോയിണ്ടാവും. 2ലൊന്നും സംഭവിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഇവര് ക്ലീൻ ചെയ്യാൻ വന്നപ്പോ അങ്ങനെ തട്ടിയിട്ട് അങ്ങനെ വീണ് പോയതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ബാക്കി ഇറങ്ങിയില്ല, കേറിയതാ. അത് ഊതും ചെയ്യും, നല്ല കടിക്കും ചെയ്യും ചാടി. റിട്ടൺ പൊങ്ങ. പൊങ്ങാണ്. അത് റിട്ടൺ പൊങ്ങ. അത് തല പോയി, തല പുറത്തു. ഇല്ല വാലാണ്. പൊങ്ങാൻ നോക്കണേ. ജാഫ്രാജ് പൊങ്ങണ്ടേ? തലേനുള്ളിൽ പോയത്. പക്ഷെ ആള് പൊങ്ങും. ടൈം നേരം വഴി കഴിഞ്ഞാല് താഴ്ന്ന് റിട്ടൺ പൊങ്ങിക്കോളും. ആ കയറുമ്പോ അങ്ങനെ കയറുമ്പോ അത് മുട്ടൊക്കെ പൊട്ടീനുണ്ട്. അതിന്റെ മുട്ടകൾ പൊട്ടീന്. അതാണ് സ്മെല്ല് ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടാവും. കഷ്ടം പേടിച്ചിട്ട്. അതില് വേറെ ഉണ്ടോ മുട്ടകള്? ഇല്ല, 3 മുട്ടകളോ? അത് കെട്ടയക്കേണ്ടി വരില്ലേ? അല്ല നിങ്ങളില്ലേ തൽക്കാലം നിങ്ങൾ കയറി കയറുമ്പോ കെട്ടിക്കളി. മുട്ട ഇറങ്ങട്ടെ ഏതായാലും നിങ്ങള് കയറിട്ടില്ല. പക്ഷെ നിങ്ങൾ കെട്ടാൻ കഴിയോ? അവിടുന്ന് കെട്ടാൻ അത് നോക്കണം കേട്ടോ. കല്ല് ഗ്രില്ലൊന്നും ഇറക്കല്ലേ? ഞാൻ ഇതിന്റെ ബാക്ക് കൂടെ എടുത്ത
ആ മൂപ്പര് എന്നെ വിളിച്ചിനെ വിളിച്ചെന്ന് പറഞ്ഞേ പിന്നെ കിട്ടിയിട്ടില്ലേ ആ എങ്ങോട്ട് ആ ആ വഴിയില്ലേ ആ ശ്രദ്ധിക്കണേ കുറച്ച് വേണ്ട ഒരു ബക്കറ്റ് എടുക്കേ ആ മുട്ട എടുക്കണ്ടേ അപ്പോൾ നമ്മൾ ആശാനതി ആ കുറച്ച് അധികം വലുപ്പമില്ല അത് ശരി ഒരു മിനിറ്റ് കേട്ടോ ആ കുറച്ചുണ്ട് അതെയോ അധികം വലുപ്പമൊന്നുമില്ല ആള് ആ ആ വേറില്ലല്ലോ ഉണ്ടാവില്ലോ അത് എങ്ങനെ വീണ് പോയതാവൂല് അടിയിൽ വലയിട്ടുണ്ട് നെറ്റ് വെച്ചാൽ അങ്ങനല്ലേ നെറ്റ് മേലെ അല്ലേ നടക്കണേ വല പൊന്തിച്ച് കയറിണ്ടാവും ബാക്കി ഇല്ലല്ലോ അത് ക്ലീൻ ചെയ്തോളാം. അപ്പൊ അതിന് 3 മുട്ടകളാണ് ഉള്ളത് ഇപ്പോ. സ്മെല്ലുണ്ടല്ലേ? ഒരു മിനിറ്റ് കേട്ടോ, അവിടെ ലോഡ് ചെയ്യട്ടെ. ആ ഇവിടുന്ന് പിടിച്ചോളി. ആ ലോഡാ. ആ ആ ഇത് അങ്ങനെ കാണിക്കാൻ പറ്റില്ല. ഇതാണ് ഇപ്പോൾ അതിന് കിട്ടിയ 3 മുട്ടകൾ. ജാഫ്രാജ ഇതിന്റെ ബാക്കി പോയിണ്ടാവൂലേ? ബാക്കി ഒന്നുകിൽ വെള്ളത്തിലടി താങ്ങുമല്ലോ. അത് കുഞ്ഞ് വൃത്തിയാക്കണം. നാളെ ഇതിലിപ്പോ ഇന്നലെയൊക്കെ അല്ലല്ല ഞങ്ങളൊന്നും ചെയ്തില്ല. അപ്പോൾ നമ്മളതിനെ കുഴപ്പമില്ലാതെ ആളെ റെസ്ക്യൂ ചെയ്ത്. പൊതുവെ നമ്മൾ കിണറിൽ ഇറങ്ങാതെ, പക്ഷേ ഇത് ഒരു മാളത്തിലായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിന് ഇറങ്ങാതെ കിട്ടാത്തൊരു കണ്ടീഷനാണ്. അപ്പോൾ ഇതിൽ ആദ്യം പണിക്കാർ വന്ന് അവർക്ക് അത് കണ്ടപ്പോൾ പേടിച്ച് കയറിയതാണ്. അപ്പോൾ ഇതിൽ 3 മുട്ടകളാണ് കിട്ടിയത്. ചിലപ്പം ബാക്കി മുട്ടകൾ ഇതേപോലെ കംപ്ലൈൻ്റ് ആയിട്ട് പൊട്ടിപ്പോയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഒരു സ്മെല്ലടിച്ചത്. ഏതായാലും നമ്മളെ കൂടെ ഉണ്ടായിരുന്നു ജാഫ്രാക്ക അതിൽ കിണറിൽ ഇറങ്ങിയത്. മൂപ്പരൊരു കിണർ പണിക്കാരനും കൂടിയാണ്. അപ്പോൾ മൂപ്പർക്ക് അതിൻ്റെ ഒരു ഐഡിയയും കൂടി ഉണ്ട്. ഏതായാലും നമ്മൾ അതിനെ കുഴപ്പമില്ലാതെ റെസ്ക്യൂ ചെയ്ത്.
ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.